വാർത്തകൾ തുടരുകയാണ്. പാലക്കാട് മദ്യനിർമ്മാണ പ്ലാന്റ് വിവാദത്തിൽ CPI അന്വയിപ്പിക്കാൻ CPIM തണ്ണീർത്തടം അടക്കമുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അനുമതി നൽകൂ എന്ന് CPI അറിയിക്കും. അതേസമയം മദ്യ പ്ലാന്റ് അനുമതിയിൽ പ്രതിഷേധം അറിയിച്ചും RJDയും രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി വിനയ രാജി ചേരുന്നുണ്ട്. വിനയ, ഈ മദ്യനിർമ്മാണ പ്ലാന്റിനെതിരെ കടുത്ത പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. ഈ പ്ലാന്റ് വിവാദത്തിൽ CPI അനുനയിപ്പിക്കാനാണ് ഇപ്പോൾ CPIMന്റെ ശ്രമം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പാലക്കാട് മദ്യനിർമ്മാണ പ്ലാന്റ് തുടങ്ങുന്നതിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു ഈ പാർട്ടികളടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പെടുന്ന ഒന്നാണ് CPI അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രധാനമായും ഈ തണ്ണീർത്തടം അടക്കമുള്ള കുടിവെള്ളം തണ്ണീർത്തടം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CPIനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായാണ് CPIM രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ മദ്യനിർമ്മാണശാലയിൽ ഈ തണ്ണീർത്തടം, നെൽവയൽ, തണ്ണീർത്തടം അടക്കമുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഈ അനുമതി നൽകൂ എന്നാണ് CPI അറിയിക്കും. കഴിഞ്ഞ ദിവസം അടക്കം ഈ ജനയുഗം പത്രത്തിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളെ അവഗണിച്ചു പോകുന്ന CPMന് പക്ഷേ ഈ CPIയുടെ എതിർപ്പ് അവഗണിക്കുക എന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളടക്കം പരിശോധിക്കും. കൂടാതെ ഇപ്പോൾ RJDയും ഇതിനെതിരെ പ്രതിഷേധമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പാർട്ടിയുമായി ആലോചിക്കാതെയുള്ള വിയോജിപ്പ് CPIMനെ അറിയിക്കാൻ ഒരുങ്ങുകയാണ്. LDF യോഗത്തിലായിരിക്കും ഈ എതിർപ്പ് പ്രധാനമായും അറിയിക്കുക. കൂടാതെ തന്നെ പാർട്ടിക്ക് മന്ത്രി ഇല്ലാത്തതിനാൽ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ് അറിയിക്കാനാണ് RJD ശ്രമിക്കുന്നത്. ശരി വിനയ.